നേഴ്സ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ജിപ്മർ നേഴ്സിംഗ് ഓഫീസർ ഒഴിവുകളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അല്ലെ? 54 ഒഴിവുകളാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. ജിപ്മർ എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയാണ്, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള പോണ്ടിച്ചേരിയിലാണ് 254 ഒഴിവുകൾ എന്ന് പറയുന്നത്. ഈ എക്സാമിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. എത്ര ഒഴിവുകളാണ് ഓരോ കാറ്റഗറിയിലും ഉള്ളത്, ഇതിനെ അപേക്ഷിക്കാനുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, ഏജ് ലിമിറ്റ് എത്രയാണ്, ഈ എക്സാമിന്റെ സിലബസ് എങ്ങനെയാണ്, ഓൺലൈൻ എക്സാമിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, അതുപോലെ തന്നെ ഏത് ലിങ്കിലൂടെയാണ് അപേക്ഷിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെ കുറിച്ചുമാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. നേഴ്സിംഗ് ഓഫീസർ കാറ്റഗറിയിൽ ആകെ ഒഴിവുകൾ എന്ന് പറയുന്നത് 154ആണ്. അതിൽ ജനറൽ കാറ്റഗറിക്ക് വേക്കൻസി എന്ന് പറയുന്നത് 87ആണ്. OBC കാറ്റഗറി 13, SC 10, ST 14, EWS 30. ഇങ്ങനെയാണ് നേഴ്സിംഗിന്റെ ടോട്ടൽ കാറ്റഗറി വരുന്നത്. ടോട്ടൽ 154ആണ്. ജനറൽ കാറ്റഗറി 87, OBC 13, SC 10, ST 14, EWS 30 ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ഒരു PWDയുടെ വേക്കൻസി കൂടി വരുന്നുണ്ട്. PWD നഴ്സിംഗ് ഓഫീസർ വേക്കൻസി 23 വേക്കൻസി PWBD കാറ്റഗറിക്ക് റിസർവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത് സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളിലൊക്കെ ഇപ്പൊ എയിംസ് പോലുള്ള എക്സാമുകളിലൊക്കെ ഇപ്പൊ 80:20 ആണ്. അതായത് 80 വേക്കൻസീസും ഫീമെയിൽ കാൻഡിഡേറ്റും 20% മാത്രമാണ് മെയിൽ കാൻഡിഡേറ്റിനായിട്ട് മാറ്റിയിട്ട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പോണ്ടിച്ചേരിയുടെ വേക്കൻസി അല്ലെങ്കിൽ ജിപ്മറിന്റെ വേക്കൻസിയിലും 80% പോസ്റ്റ് നഴ്സിംഗ് ഓഫീസേഴ്സും റിസർവ്ഡ് ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ് ആണ്. വെറും 20% മാത്രമാണ് മെയിൽ കാൻഡിഡേറ്റ്. 80:20 റേഷ്യോ ആണ് എയിംസ് പോലെ തന്നെ ജിപ്മറിലെയും പോസ്റ്റുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മെയിൽസിനെ സംബന്ധിച്ച് ഇതിന്റെ വെറും 20% മാത്രമേ കിട്ടുള്ളൂ. അതെന്ന് പറയുന്നത് കേവലം ഒരു 30 വേക്കൻസികൾ വരുന്നുള്ളൂ. 20% 30 വേക്കൻസി ആകെ കിട്ടുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫീമെയിൽ കാൻഡിഡേറ്റിനായിട്ടാണ് റിസർവ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഈ ആപ്ലിക്കേഷന്റെ ഡേറ്റുകളെ കുറിച്ചാണ്. വളരെ പ്രധാനമായിട്ട് ഓർക്കേണ്ട ചില ഡേറ്റുകളുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ജൂലൈ 19 മുതലാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 19 ഓഗസ്റ്റ് 2024 4:30 PM വരെയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ഇനിയും ഒരു മാസത്തോളം നിങ്ങൾക്ക് അപേക്ഷിക്കാൻ ടൈമുണ്ട്. 19/8/2024 ഓഗസ്റ്റ് 19 വരെ 4:30 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഹാൾ ടിക്കറ്റ് വരുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 2ആണ്. 2/9/2024 എക്സാം ഹാൾ ടിക്കറ്റ് വരുന്ന ദിവസം. www.jipmar.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഡേറ്റ് ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. സെപ്റ്റംബർ 14ആണ്. അതായത് ഈ വർഷത്തെ എയിംസ് നോർത്ത് 7.0 എക്സാമിന്റെ തലേ ദിവസമാണ്. എയിംസ് നോർത്ത് എക്സാം സെപ്റ്റംബർ 15 സെപ്റ്റംബർ 14 ജിപ്മർ നഴ്സിംഗ് ഓഫീസർ എക്സാം വരുന്നത്. അതുപോലെ ഓൺലൈൻ എക്സാം ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് CBT എക്സാം ആണ്. ഇതിൽ തന്നെ മൊത്തം എക്സാം ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 100 ചോദ്യങ്ങളാണ് എക്സാമിന് വരുന്നത്. അതിൽ 100 ചോദ്യത്തില് 70 ചോദ്യങ്ങൾ നഴ്സിംഗ് സബ്ജക്ട്സ് ആയിരിക്കും. 30 ചോദ്യങ്ങൾ നോൺ നഴ്സിംഗ് ആണ്. റെയിൽവേ എക്സാം പോലെ തന്നെ 30 ചോദ്യങ്ങൾ നോൺ നഴ്സിംഗ് ആണ്. 70 ചോദ്യങ്ങളാണ് നഴ്സിംഗ് സബ്ജക്ട്സിൽ നിന്ന് ചോദിക്കുന്നത്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്കിൽ ടെസ്റ്റ് സെലക്ട് ആകുന്നവർക്ക് ഒരു സ്കിൽ ടെസ്റ്റ് കൂടി ഉണ്ടാകും. പല സ്റ്റേഷനുകളായിട്ട് ഇൻസ്ട്രുമെന്റുകളും ഒക്കെ വെച്ചിട്ടുള്ള ഒരു സ്കിൽ ടെസ്റ്റ് കൂടി, പ്രൊസീജിയറുകളൊക്കെ വരുന്ന ഒരു സ്കിൽ ടെസ്റ്റ് കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് എക്സാമിൽ സെലക്ട് ആയാലും അടുത്തൊരു സ്കിൽ ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്യണം. അത് ക്വാളിഫയിങ് എക്സാം ആണ്. നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BSc നഴ്സിംഗ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് എൻട്രൻസ് ഫ്രം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ യൂണിവേഴ്സിറ്റി. അതായത് BSc നഴ്സിംഗ് അല്ലെങ്കിൽ പോസ്റ്റ് BSc നഴ്സിംഗ് പ്ലസ് രജിസ്റ്റേർഡ് as a നേഴ്സ്, സ്റ്റേറ്റ് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ INC രജിസ്ട്രേഷൻ. ഏത് സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ മതി. BSc നഴ്സിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. എന്നാൽ ഡിപ്ലോമ ഇൻ ജനറൽ നഴ്സിംഗ്, അതായത് ജനറൽ നഴ്സിംഗ് ആണെങ്കിൽ അവർക്ക് രജിസ്ട്രേഷൻ വേണം. അതിനോടൊപ്പം തന്നെ 2 year എക്സ്പീരിയൻസ് മിനിമം 50 ബെഡഡ് ഹോസ്പിറ്റലിൽ ആവശ്യമാണ്. അതുപോലെ ഇതിന്റെയൊക്കെ ഡേറ്റ് കണക്കാക്കുന്നത് ആപ്ലിക്കേഷൻ ലാസ്റ്റ് ഡേറ്റ് ആണ്. ഓഗസ്റ്റ് 19 വെച്ചിട്ടാണ്
ഈ ഏജ് ലിമിറ്റ് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇതിന്റെ എല്ലാം കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് കണക്കാക്കുന്നത് ഓഗസ്റ്റ് 19. അതുപോലെ തന്നെ പേ സ്കെയിൽ എന്ന് പറയുന്നത് 7th പേ കമ്മീഷന്റെ 7th പേ സ്കെയിലാണ്. സോ ബേസിക് ആയിട്ട് വരുന്നത് 44,900 പ്ലസ്. പിന്നെ അലവൻസുകൾ ഒത്തിരി വരുന്നുണ്ട്. ഇപ്പൊ DA തന്നെ 50% ആയിട്ടുണ്ട്. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ഡിസ്ക്രിപ്ഷൻ ഞാൻ അടുത്ത് കാണിച്ചു തരാം കേട്ടോ. ജിപ്മറിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫിന്റെ സാലറി സ്ലിപ്പാണ്, കഴിഞ്ഞ മാസത്തെ സാലറി സ്ലിപ്പാണ്. ഇതൊരു 8 വർഷത്തിലധികം സർവീസ് ഉള്ള ഒരു സ്റ്റാഫിന്റെ സാലറി സർട്ടിഫിക്കറ്റ് ആണ്. സോ നിങ്ങൾക്കാണെങ്കിൽ കാണാം, അതൊന്നും ഞാൻ പറയുന്നില്ല. സോ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 1,16,630 കാരണം അവർക്ക് 8 വർഷത്തിലെ സർവീസ് ഉണ്ട്, അതുകൊണ്ടാണ്. അതിന്റെ NPS കോൺട്രിബ്യൂഷൻ വരുന്നുണ്ട്, അതുപോലെ ഇൻകം ടാക്സ് വരുന്നുണ്ട്. സോ അതെല്ലാം പോയിട്ട് ഡിഡക്ഷൻ എല്ലാം പോയിട്ട് കയ്യിൽ കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 99,120 ഇത് ഇത്രയും എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്, സർവീസ് ഉള്ളത് കൊണ്ടാണ്. പോലും ആദ്യമായിട്ട് ജോയിൻ ചെയ്ത ഒരാൾക്ക് 85,000 മുകളിൽ സാലറി കിട്ടുന്നുണ്ട്. 80,000 അധികം 75,000 മുകളിൽ കയ്യിൽ തന്നെ കിട്ടുന്നുണ്ട്. 85,000 സാലറി ടോട്ടലായിട്ട് വരുന്നുണ്ട്. കയ്യിൽ തന്നെ 75,000 കയ്യിൽ കിട്ടുന്ന ഒരു സാലറി, ഇത്രയും വലിയൊരു പാക്കേജ് ആണുള്ളത്. സോ അത് മാത്രമല്ല, ജിപ്മർ എന്ന് പറയുന്ന പോണ്ടിച്ചേരി നമ്മൾക്ക് ഏറ്റവും അടുത്താണ്. നിങ്ങൾക്ക് അവിടുന്ന് രാത്രി വണ്ടി കയറി കഴിഞ്ഞാൽ ദിവസം തൊട്ട് രാവിലെ നിങ്ങൾക്ക് ഇവിടെ നാട്ടിലെത്താൻ പറ്റും. അത്രയും അടുത്താണ്. പിന്നെ അത് മാത്രമല്ല, അവിടെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് മലയാളികളാണ്. വളരെ വലിയ ആനുകൂല്യങ്ങളാണ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. നല്ലൊരു സാലറി പാക്കേജ് ആണ് സെൻട്രൽ ഗവൺമെന്റ് എക്സാം നമ്മുടെ ഇത്രയും നാട്ടിനടുത്ത് തന്നെ കിട്ടുന്നത്. വളരെ കുറച്ച് വേക്കൻസി ആണെങ്കിലും ആത്മാർത്ഥമായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്ത് തന്നെ എഴുതുക. കാരണം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും കൂടുതൽ മലയാളികളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ കേരളം പോലൊരു സംസ്ഥാനമാണ്. നമുക്ക് ഏത് സമയത്ത് അവിടെ നിന്ന് വണ്ടി ഇങ്ങോട്ടുണ്ട്. സോ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നാട്ടിലെത്താനും പറ്റുന്ന ഒത്തിരി സൗകര്യങ്ങൾ നമുക്കുള്ളതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ വളരെ പ്രയോജനപ്പെടുത്തുക എല്ലാവരും ഈ ഒഴിവുകൾ എന്ന് പറയുന്നത്. അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്, അപ്പർ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അപ് ടു 35 ഇയേഴ്സ് ആണ്. അത് ജനറൽ കാറ്റഗറിക്കാണ്. അതുപോലെ OBCക്കും SC/ST കാൻഡിഡേറ്റ്സിനും ഒക്കെ അപ്പർ ഏജ് ലിമിറ്റിൽ റിലാക്സേഷൻ വരുന്നുണ്ട്. സോ നമുക്ക് അടുത്ത് കൊടുത്തിട്ടുണ്ട്. സോ അത് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 35 വയസ്സ് ജനറൽ കാറ്റഗറിക്കാണ്. എയിംസ് ഒക്കെ നിങ്ങൾ പറയും 30 വയസ്സാണ് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത്. പക്ഷേ ഇതിൽ ജനറൽ കാറ്റഗറിക്കാർക്ക് 35 വയസ്സ് വരെ അപേക്ഷിക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു എക്സ്പീരിയൻസ് ഏജ് ലിമിറ്റ് എല്ലാം ലാസ്റ്റ് ഡേറ്റ് 19/8/2024 കണക്കാക്കുന്നത്. അതുപോലെ സ്കീം ഓഫ് എക്സാമിനേഷൻ സിലബസ് ഫോർ CBT പബ്ലിഷ്ഡ് ഷോർട്ട്ലി ഇൻ ജിപ്മർ വെബ്സൈറ്റ് എന്നാണ് കൊടുത്തിരിക്കുകയെങ്കിലും ലാസ്റ്റ് എക്സാം ഒക്കെ നിങ്ങൾ അറിയുന്ന പോലെ നേഴ്സിംഗ് ഓഫീസർ പോസ്റ്റിലേക്ക് 70% ക്വസ്റ്റ്യൻ, 70 ചോദ്യങ്ങൾ നേഴ്സിംഗ് റിലേറ്റഡ്, 30 ചോദ്യങ്ങൾ നോൺ നേഴ്സിംഗ് സബ്ജക്ട്സിലൊന്നുമാണ് ചോദിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ മിനിമം ക്വാളിഫയിങ് മാർക്ക് ഉണ്ട്. മിനിമം ക്വാളിഫയിങ് മാർക്ക് ഈ ജനറൽ കാൻഡിഡേറ്റ്സിനും EWS കാറ്റഗറിക്കും 50% മാർക്സ് ക്വാളിഫയിങ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ. അതുപോലെ തന്നെ സ്കിൽ ടെസ്റ്റിലും 50% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം. ഇനി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ 45% സ്കിൽ ടെസ്റ്റിൽ 50% മസ്റ്റായിട്ട് വേണം. SC/ST OBC ആണെങ്കിൽ 40% മാർക്ക് മതി. എന്നാൽ സ്കിൽ ടെസ്റ്റിൽ തീർച്ചയായിട്ടും 50% മാർക്ക് സ്കോർ ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ എലിജിബിൾ ആവുകയുള്ളൂ. ഓക്കെ ആണോ? ഏജ് റിലാക്സേഷൻ ഓൾറെഡി ഞാൻ പറഞ്ഞു. OBC കാൻഡിഡേറ്റ്സിനും SC/ST കാൻഡിഡേറ്റ്സിനും ഫിസിക്കലി ഹാൻഡിക്യാപ്ഡിനും എല്ലാം ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 19/8/2024 വെച്ചിട്ടാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC കാൻഡിഡേറ്റ്സിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ അതിന് ആനുപാതികമായിട്ടുള്ള റിലാക്സേഷനും ഉണ്ട്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആണെങ്കിൽ EWS 10 ഇയർ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC ആണെങ്കിൽ വീണ്ടും 13 ഇയേഴ്സ് ഉണ്ട്. SC/ST ആണെങ്കിൽ 15 ഇയേഴ്സ് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട്. EWS കാൻഡിഡേറ്റ്സിന് 1,500 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ് ആണ്. OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1,500 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ്. SC/ST ആണെങ്കിൽ 1,200 പ്ലസ് ട്രാൻസാക്ഷൻ ചാർജ്. എന്നാൽ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിന് PWD കാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും ഇല്ല കേട്ടോ. ഓൺലൈനായിട്ട് അപേക്ഷിക്കുമ്പോൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 2 ഫോട്ടോഗ്രാഫ്സ് വേണം നിങ്ങൾക്ക്. ഒന്ന് ലൈവായിട്ട് അപ്പോൾ ക്യാമറ ചെക്ക് മീൻസ് ഓൺലൈനായിട്ട് തന്നെ എടുക്കുന്ന ഫോട്ടോസ് വേണം. അല്ലാതെ ഒന്ന് നമ്മൾ നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും എഴുതിയ ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് തന്നെ എടുത്തൊരു ഫോട്ടോഗ്രാഫും കൂടിയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് നോക്കണം. പലർക്കും ഇത് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു. അതിന് കറക്റ്റ് ആയിട്ടും
50 to 80 KB അതിനിടയിലാണെങ്കിൽ മാത്രമേ അത് അപ്ലോഡ് ആവുള്ളൂ. സോ നിങ്ങൾ കംപ്രസ് ചെയ്ത് സൈസ് ഒത്തിരി കുറയ്ക്കേണ്ടതായിട്ടുണ്ട്. സോ അത് കംപ്രസ് ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രമേ അത് കറക്റ്റ് ആയിട്ടും അത് കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. സോ അതിൽ കുറെ പേർക്ക് ഇങ്ങനെ പ്രോബ്ലം വന്നതായിട്ട് അറിഞ്ഞു. സോ സൈസ് കറക്റ്റ് ആയാൽ മാത്രമേ അത് അപ്ലോഡ് ആവുള്ളൂ. ഇതുപോലെ ഒരു പ്ലക്കാർഡാണ് നമ്മുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്തും എഴുതി പിടിക്കുന്ന ഒരു പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടായിരിക്കണം ഫോട്ടോ എടുക്കേണ്ടത്. അപ്ലോഡ് ചെയ്യേണ്ട നിങ്ങൾ ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡീറ്റെയിൽസുകൾ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി OBC ആണെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ SC/ST സർട്ടിഫിക്കറ്റ്, അതുപോലെ ഇനി PWD കാൻഡിഡേറ്റ്സ് അതിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ട്, അത് അപ്ലോഡ് ചെയ്യണം. അതുപോലെ വർക്കിംഗ് ആണെങ്കിൽ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം. അല്ല എക്സ് സർവീസ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ എക്സ് സർവീസ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് സർട്ടിഫിക്കറ്റിലെല്ലാം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന്റെ സൈറ്റും ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാം സെന്ററുകൾ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തിരുവനന്തപുരം സെന്റർ ഉണ്ട്, തൃശ്ശൂർ സെന്റർ ഉണ്ട്, കൊച്ചി സെന്റർ ഉണ്ട്, കോഴിക്കോട് ഉണ്ട്, കൊല്ലം ആൻഡ് കണ്ണൂർ. മൊത്തം 6 സെന്റർ കേരളത്തിലുണ്ട് അല്ലെ. തിരുവനന്തപുരം, തൃശ്ശൂർ, കൊച്ചി, കോഴിക്കോട്, കൊല്ലം ആൻഡ് കണ്ണൂർ. സോ നിങ്ങൾക്ക് അധികം ദൂരം ഒന്നും പോകേണ്ടി വരത്തില്ല. നമ്മുടെ നാട്ടിൽ തന്നെയാണ് എക്സാം സെന്റർ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് കഴിയുന്ന എല്ലാവരും അപേക്ഷിക്കാം. അത് DMEPSC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, എയിംസ് നോർസെറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്കൊരു പ്രീ എക്സാം ആയിട്ടെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ആയിട്ടും അപ്ലൈ ചെയ്യണം. നിങ്ങൾ ജോലി കിട്ടുന്നതും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾ രണ്ടാമത്തെ കാര്യം. പക്ഷെ ഒരു എക്സാം എന്ന രീതിയിലെങ്കിലും നിങ്ങൾ ഫസ്റ്റ് ആയിട്ട് കഴിയുന്ന എല്ലാവരും അപേക്ഷിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടാണ് എക്സാം വരുന്നത്. സോ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ജിപ്മർ എക്സാമിന്റെ അതേ മെത്തേഡിലുള്ള മോക്ക് ടെസ്റ്റുകൾ അവരുടെ ഓൺലൈൻ സൈറ്റിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണേൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ. ഓൺലൈൻ സെയിം മോഡിൽ തന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. എക്സാമിന് ഞാൻ പറഞ്ഞു 100 ചോദ്യങ്ങളാണ്. 70 ചോദ്യങ്ങൾ നേഴ്സിംഗ്, 30 ചോദ്യങ്ങളാണ് നോൺ നേഴ്സിംഗ് വരിക. അതിൽ ഓരോ ചോദ്യത്തിനും കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് കിട്ടുക 4 മാർക്കാണ്. എന്നാൽ ഒരു റോങ് ആൻസറിന് നെഗറ്റീവ് മാർക്കായിട്ട് 1 മാർക്ക് പോകും. അതായത് 4-1 മാർക്ക് നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് ആയിട്ട് പോകും. 1 മാർക്ക് ശരിയായാൽ 4 മാർക്കാണ് കിട്ടുക. ഒരു ക്വസ്റ്റ്യൻ ശരിയായാൽ 4 മാർക്കാണ് കിട്ടുക. ഒരു ക്വസ്റ്റ്യൻ റോങ് ആയാൽ -1 മാർക്ക് നിങ്ങൾക്ക് ഡിഡക്റ്റ് ആവുന്നതാണ്. ചെയ്യേണ്ടത് എങ്ങനെയാണ് അപേക്ഷിക്കുന്നതാണ് അല്ലെ. www.jipmer.edu.in എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലൂടെ പോയാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഡയറക്റ്റ് ലിങ്ക് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ഓപ്പൺ ചെയ്ത് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്യണം അല്ലെ. നിങ്ങളുടെ പേര്, പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, ഇമെയിൽ ID കൊടുത്തുകൊണ്ട് ആദ്യം നിങ്ങൾ നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യണം. അതായത് നമ്മുടെ യൂസർ ID ആൻഡ് പാസ്വേഡ് കിട്ടാനായിട്ട് നമ്മൾ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ നമ്മൾ എങ്ങനെയാണ് ഓൺലൈൻ അപേക്ഷിക്കുക എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് കഴിഞ്ഞ ആപ്ലിക്കേഷനുകളിലെല്ലാം ഉണ്ട്. ഇവിടെയും ആദ്യം യൂസർ ID ആൻഡ് പാസ്വേഡ് നമുക്ക് കിട്ടുന്നതിനായിട്ട് നമ്മൾ നമ്മുടെ പേര്, നമ്മുടെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഇമെയിൽ ID കൊടുത്ത് നമ്മൾ അതുപോലെ തന്നെ ഒരു ഡിക്ലറേഷനും കൂടി സബ്മിറ്റ് ചെയ്യണം. ഇത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ നമ്മുടെ IDയും പാസ്വേഡ് കിട്ടും. കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെന്റുകൾ, അതുപോലെ ഫീസ് അടയ്ക്കേണ്ട കാര്യങ്ങളെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പേജിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ ആ പേരും ഇമെയിൽ ID ആൻഡ് ഫോൺ നമ്പറെ കൊടുത്ത് ആദ്യം രജിസ്റ്റർ ചെയ്ത് ഡിക്ലറേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ID ആൻഡ് പാസ്വേഡ് കിട്ടും. അത് കഴിഞ്ഞാൽ നമ്മൾ ലോഗിൻ ചെയ്ത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം കൊടുത്ത് നമ്മുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യണം. സോ ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നത് കാരണം ഒത്തിരി കഴിഞ്ഞ വീഡിയോസിലെല്ലാം എങ്ങനെയാണ് ഓൺലൈൻ അപേക്ഷ കൊടുക്കേണ്ടതെന്നുള്ള കൃത്യമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓരോ പേജ് ബൈ പേജ് ആയിട്ട്. എല്ലാവരും എല്ലാവരും ഈ എക്സാം അറ്റൻഡ് ചെയ്യണം. വളരെ കുറച്ച് വേക്കൻസി ആണെങ്കിലും നമ്മൾ കേരളത്തിന് ഏറ്റവും അടുത്തുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ കേരളം പോലൊരു സ്ഥലമാണ്. ഏറ്റവും കൂടുതൽ മലയാളികൾ വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. കേന്ദ്ര ഗവൺമെന്റ് സാലറിയാണ്. സോ കഴിയുന്ന എല്ലാവരും എക്സാം അപേക്ഷിക്കുക. പ്രത്യേകിച്ച് എയിംസ് എക്സാമിന് തലേ ദിവസമാണ്. സോ എയിംസ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരും DME സ്റ്റാഫ് നേഴ്സ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവരെല്ലാം മസ്റ്റായിട്ടും ഈ എക്സാം അറ്റൻഡ് ചെയ്യണം. അതുപോലെ നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് എക്സാമിന്റെ 5ാമത്തെ ബാച്ച് ജൂലൈ 25-ന് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇനിയും സമയം കളയരുത്. DMEPSC എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ടൈം എടുത്ത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എല്ലാ രീതിയിലും പ്രിപ്പയർഡ് ആവാൻ പറ്റുള്ളൂ. സോ ഒരു ലോങ് ടൈം ആയിട്ട് തന്നെ പഠിക്കുക. എക്സാം നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ ആരും ഇരിക്കരുത്, അങ്ങനെ ശ്രമിക്കുകയും ചെയ്യരുത്. സോ ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആദ്യം മുതൽ തന്നെ ജോയിൻ ചെയ്ത് പഠിക്കുക. 2024 വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ ഗോൾഡൻ ഇയർ ആയിട്ട് മാറട്ടെ. നിങ്ങളുടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന വർഷമാകട്ടെ. അർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. വിജയിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങളുടെ പോരാട്ടം. ഉറപ്പായിട്ടും അവസാനം നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. സോ ആരാണോ ഹാർഡ് വർക്ക് ചെയ്യുന്നത് അവരോടൊപ്പം വിജയം അവസാനം നിൽക്കുക തന്നെ ചെയ്യും. ഓൾ ദ ബെസ്റ്റ്.